ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ശുപാർശയുമായി സർക്കാർ നിയോഗിച്ച ഹരിത കമ്മിറ്റി 10 വർഷം പൂർത്തിയാക്കിയവർക്ക് 1500 രൂപ, അല്ലാത്തവർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കണം എന്നും ശുപാർശയിൽ പറയുന്നു. ഹാൻസ് ജോൺ ചേരുകയാണ് വിവരങ്ങളുമായി. ഹാൻസ്, ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരപരിപാടികൾ നടന്നത് നമുക്കറിയാം. ഇപ്പോഴും സമരം തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്? ലക്ഷ്മി, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരം ഇന്ന് 243-ാം ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ആശാ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ അസോസിയേഷൻ്റെ നേതാക്കൾ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഹരിത വി കുമാറിൻ്റെ റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ട് അവർ വിവരങ്ങൾ പങ്കുവച്ചത്. ഈ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഒരു ശുപാർശ ഹരിത വി കുമാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനായിട്ട് ഒരു 5-അംഗ സമിതിയെ സർക്കാർ നിയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് ആകെ ഒരു ശുപാർശ സർക്കാരിന് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. 10 വർഷം പൂർത്തിയായിട്ടുള്ള ആശമാർക്ക് 1500 രൂപ ഹോണറേറിയം വർദ്ധിപ്പിക്കണം. അഥവാ നിലവിൽ 7000 രൂപയാണ് കേരളത്തിലുള്ള 26,000-ഓളം വരുന്ന ആശമാർക്ക് ലഭിക്കുന്ന ഹോണറേറിയം. അത് 8500, 10 വർഷം പൂർത്തിയായവർക്ക് 8500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ 10 വർഷം പൂർത്തിയാകാത്തവർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുക, അഥവാ 8000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക എന്ന ശുപാർശയും അതിനോടൊപ്പം തന്നെ ഈ ഓണറേറിയം തുക 10-ാം തീയതിക്കുള്ളിൽ തന്നെ ആശമാർക്ക് ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കണം എന്നീ ശുപാർശകളാണ് ഹരിത വി കുമാർ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അതേസമയം ഈ വിരമിക്കൽ ആനുകൂല്യം ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ 5 യൂണിയനുകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യൂണിയനുകളെല്ലാം ഒരുമിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നുള്ളത്. പക്ഷേ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നൊരു ശുപാർശ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് ഒരു മാസം മുമ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലാണ് ഇത്തരത്തിൽ ഒരു ശുപാർശ ഉള്ളത്. പക്ഷേ അതേസമയം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഈ റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് വളരെ നിരാശാജനകമാണെന്നാണ് അവർ പറയുന്നത്. സ്ത്രീകളുടെ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല. 21,000 രൂപയ്ക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കുകയോ സമരസമിതിയുടെ ആവശ്യങ്ങൾ ചർച്ചയിലേക്ക് എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുകൂടിയുള്ള കാര്യം കൂടി അവർ എന്തായാലും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എത്തുന്നില്ല ഈ ശുപാർശ എന്നുള്ളതാണ് അല്ലേ? ആശമാർ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങളുടെ അടുത്തുപോലും എത്തുന്നില്ല ശുപാർശ എന്നുള്ളതല്ലേ വസ്തുത, ഹാൻസ്? അതുകൊണ്ട് തന്നെ സമരം തുടരുവാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും ലക്ഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിപ്പോർട്ട് വളരെ നിരാശാജനകമാണെന്ന് തന്നെയാണ് ഈ സമര നേതാക്കൾ പറയുന്നത്. കാരണം അവർ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടതിൻ്റെ അയലത്ത് പോലും ഈ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഒരു മാസം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതുവരെയും സർക്കാർ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒരിക്കലും ഇത്തരത്തിൽ വർദ്ധിപ്പിക്കണമെന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചാൽ ഏത് തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിനുണ്ടാകാനുള്ളത് എന്നുള്ള പരാമർശമാണ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ആശമാരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഗണിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അതിനു പകരം സർക്കാരിന് എന്ത് സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പരാമർശമുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ CITU, AITUC, അതിനോടൊപ്പം തന്നെ മറ്റ് INTUC അടക്കമുള്ള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഈ തൊഴിലാളി സംഘടനകൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതാണ് ഈ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നുള്ളത്. പക്ഷേ അതിനെപ്പറ്റി റിപ്പോർട്ടിൽ യാതൊരു വിധത്തിലുള്ള ഒരു ശുപാർശയോ പരാമർശമോ ഒന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശമാരുടെ പ്രശ്നങ്ങളുടെ അയലത്ത് പോലും റിപ്പോർട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഇനി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ചോദ്യചിഹ്നം. ലക്ഷ്മി. ശരി, ഹാൻസ് ജോണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.